പരിഹരിപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാൻ അനുഗമിക്കാൻ അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാം ഈ പീലാസയിൽ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാം നല്ല ദൈവമേ, ഈ നല്ല ദിവസത്തെ ഓർത്താൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസത്തിൻ്റെ ആരംഭ നിമിഷങ്ങളിൽ തന്നെയും അവിടുത്തോടൊപ്പമായിരിക്കുവാനും അങ്ങ് നൽകുന്ന സന്ദേശങ്ങളെ ശ്രമിച്ചുകൊണ്ട് അവിടുത്തെ സ്ഥിതിയിൽ വിനീതരായ വിശ്വസ്തരായി വ്യാപരിക്കുവാനും പ്രതികൂല സാഹചര്യങ്ങളിലും അങ്ങേയുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തിനായിട്ട് ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശുക്രാക്കണമേ, സഹായിക്കണമേ. ഈ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങളുടെ അവകാശ സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങളെയും, എല്ലാ മാതാപിതാക്കന്മാരെയും, യുവതി യുവാക്കന്മാരെയും, കുഞ്ഞുങ്ങളെയും, ഭാര്യാഭർത്താക്കന്മാരെയും, പ്രത്യേകമായ രോഗാവസ്ഥയിൽ വിശ്രമത്തിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് കുർബാന അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് വിദേശങ്ങളിലൊക്കെ ജോലിക്കായി പോയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുകയും അവരെല്ലാവരും ഇവിടെ സുരക്ഷിതരായിരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കുർബാനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ രൂപതയെ നയിക്കുന്ന വിവിധ പിതാവിനെയും വൈദിക സമൂഹത്തെയും സന്യസ്തരെയും ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തെയും അവിടുത്തെ പക്കലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ആത്മീയമായി ഉണർത്തണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, രോഗബാധിതരായിട്ടുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ സഹോദരങ്ങളെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭാരതത്തിലെയും ഞങ്ങളുടെ കേരളത്തിലെയും ഞങ്ങളുടെ ഈ ദേശങ്ങളിലുള്ള ആരെങ്കിലും രോഗാവസ്ഥയിലുണ്ടെങ്കിൽ അവരെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ ശുശ്രൂഷിക്കുകയും അവർക്കായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന എല്ലാതൊരു ശുശ്രൂഷകരെയും ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും മറ്റ് സന്നദ്ധ സേവന പ്രവർത്തകരെയും അധികാരികളെയും അവിടുത്തെ പക്കലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ കുർബാന അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ഓർത്തുകൊണ്ട് ഈ കുർബാന അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാനെ, അവിടുത്തെ കൃപാവരം സമൃദ്ധമായി ഞങ്ങളിലേക്ക് ചൊരിയണമേ. സാമ്പത്തിക ബാധ്യതകളാലും കടബാധ്യതകളാലും ഒക്കെ കഴിയുന്നവരെയും ഓർത്തുകൊണ്ട് വിവിധങ്ങളായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന നൊമ്പരപ്പെടുന്ന സകലരെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, കുർബാന ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളോടൊപ്പം അങ്ങ് ആയിരിക്കുകയും ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. Allah
തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെയണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ നൽകിയ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ.
ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാരബലി ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാനും അങ്ങയുടെ തിരുക്കുമാരൻ്റെ ഉദ്ധാനത്തെ നിരന്തരം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ശുദ്ധരാക്കണമേ. സകലത്തിൻ്റെ നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും, താതനുമതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേനാമേനവരതം. സമാധാനം നമ്മോടുകൂടെ. ബഹുന്നതനായ കർത്താവേ, അങ്ങയുടെ ഭക്തിജനകമായ പീഠത്തിൻ്റെയും ഉന്നതമായ ത്രിടോസിൻ്റെയും അലങ്കൃതവും സ്തുത്യർഹമായ സിംഹാസനത്തിൻ്റെ മുമ്പാകെ അങ്ങയുടെ ശുശ്രൂഷകരായ കുറവേന്മാർ ഇടപെടാതെ സ്തുതിക്കുകയും ശ്രാപ്യന്മാർ പരിശുദ്ധനെന്ന് നിരന്തരം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അവരോട് ചേർന്ന് ഞങ്ങളും അങ്ങേക്ക് ഭക്തികളോടുകൂടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ തെറ്റും പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെ നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിയിടുവിൻ, സർവരുമൊന്നായി പാടിയിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും വിവർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരനെ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള 1-ാം വായന. ഗുരു ആശീർവദിക്കണമേ. കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകരമായ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രാജ്യം സ്ഥാപിക്കുവാനും ശൂന്യമായ അവകാശഭൂമി പുനർവിഭാജനം ചെയ്തു കൊടുക്കുവാനും ഞാൻ നിന്നെ സംരക്ഷിച്ച ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. ബന്ധിതരോട് പുറത്തു വരുവാനും അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചത്ത് വരുവാനും ഞാൻ പറഞ്ഞു. യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും. വിജനമായ കുന്നുകളെല്ലാം അവരുടെ മേച്ചിൽപ്പുറങ്ങളായിരിക്കും. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. ചൂടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയയുള്ളവൻ അവരെ നയിക്കും. നീർച്ചാലുകളുടെ അരികിലൂടെ അവരെ കൊണ്ടുപോകും. മലകളെ ഞാൻ വഴിയാക്കി മാറ്റും. രാജവീഥികൾ ഉയർത്തും. അങ്ങ് ദൂരെ നിന്ന് വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും സിയോൻ ദേശത്തു നിന്നും അവർ വരും. ആകാശമേ, ആനന്ദകാലം ആലപിക്കുക. ഭൂമിയെ ആർത്തു വിളിക്കുക. മലകളെ ആർത്തു പാടുക. കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതം അനുഭവിക്കുന്ന തന്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. ദൈവമായ കർത്താവിന് സ്തുതി. എന്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ശ്രമിക്കുകയും അപ്പോസ്തല പ്രവർത്തനങ്ങൾ എന്നുള്ള വായന 9-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. സാവൂൾ അപ്പോഴും കർത്താവിന്റെ ശിഷ്യന് നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു, സാവൂൾ, സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവെ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെന്ന് കാണായികയാൽ സ്തബ്ധരായി നിന്നുപോയി. സാവൂൾ നിലത്തു നിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണുവാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവർ അവന്റെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയിലായിരുന്നു. അവൻ ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ദൈവമായ കർത്താവിന് സ്തുതി. സർവജനായ ഭരണകർത്താവിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മീനായ പരിപാലകനും സകല സൗഭാഗ്യങ്ങളുടെയും നന്മകളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് ഞങ്ങളുടെ അവകാശമുഖത്തോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം. ഗുരു ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന ബലിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ദൈവഭവനത്തിന്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അതിനാൽ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം. ഇതിന് ദുഷ്ടമനസാക്ഷിയിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നമുക്ക് സ്ഥിരതയുള്ളവരായിരിക്കാം. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നല്ലൊരാശയമിന്മനതായി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുമ്പിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടേ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തൂലിക പോലെ നാവിപ്പോൾ. ആദരുമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ. ഹല്ലേലൂയ 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 പാടിയിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിസുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 21 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ഇതിനുശേഷം യേശു തിബേരിയസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: സിമോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമ, ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥാനിയേൽ, സബദി പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ച് ഇരിക്കുകയായിരുന്നു. സിമോൻ പത്രോസ് അവരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ ഈശോ കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് ഈശോയാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. ഈശോ അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് വലയിടുക, അപ്പോൾ നിങ്ങൾ കണ്ടെത്തും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈശോ സ്നേഹിച്ച ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ് എന്ന് കേട്ടപ്പോൾ സിമോൻ പത്രോസ് താൻ വിവസ്ത്രനായിരുന്നതുകൊണ്ട് പുറകുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റ് ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ കനൽ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ സിമോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്ര അധികമുണ്ടായിരുന്നിട്ട് വല കയറിയില്ല. ഈശോ അവരോട് പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട്, നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. ഈശോ വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശ്വരശീലത്തെ മനസ്സിലുള്ള സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, വലിയൊരു ആശ്വാസത്തിൻ്റെ ആഹ്വാനവും വചനങ്ങളുമാണ് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തൂടെ സഭാമാതാവ് നമുക്കായി പങ്കുവച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം ഹൃദയാലുവായ ഒരു തമ്പുരാനെയാണ് നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തെ മറന്നുകൊണ്ട് അകന്നു പോകുന്ന മനുഷ്യൻ്റെ ചെന്ന് അവനെ സ്നേഹിക്കുക മാത്രമല്ല, അവന് വേണ്ടുന്നത്രയും വെച്ചു വിളമ്പിക്കൊടുക്കുന്ന ഉദാരമനസ്കനായ ഒരു യേശുവിനെ അതിൻ്റെ സുവിശേഷം നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത വെച്ച് ചിന്തിക്കുമ്പോൾ വൈറസ് ബാധ മൂലം വീടുകളിലും നിരീക്ഷണ കേന്ദ്രങ്ങളിലുമൊക്കെ കഴിഞ്ഞുകൂടുന്ന സഹോദരങ്ങൾക്ക്
പുറത്തിറങ്ങുവാനോ കച്ചവട സ്ഥലങ്ങളിൽ, വ്യാപാര സ്ഥലങ്ങളിൽ പോയി വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യമുള്ളപ്പോൾ സർക്കാരുകളും മറ്റ് സന്നദ്ധ പ്രവർത്തകരും സർക്കാർ ഇതര പ്രവർത്തകരുമൊക്കെ കമ്മ്യൂണിറ്റി കിച്ചൺ പോലെയുള്ള പൊതു അടുക്കള സംവിധാനങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഭക്ഷണമില്ലാത്തവർക്ക്, അതിന് സൗകര്യങ്ങളില്ലാത്തവർക്ക് വിശപ്പ് അനുഭവിക്കാതിരിക്കാനുള്ള പൊതു അടുക്കളകൾ നിർമ്മിച്ചുകൊണ്ട് ഭക്ഷണ സാധനങ്ങളെ, വിഭവങ്ങളെ ഒരുക്കി വയ്ക്കുന്നത് ഈ ദിവസങ്ങളിലെ കാഴ്ചയാണ്. അനേകർ അതിനുവേണ്ടി രാവുകൾ അധ്വാനിക്കുന്നു. അനേകർ ആ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് വലിയ സംഭാവനകൾ കൊടുക്കുന്നു, സാധന സാമഗ്രികൾ കൊടുക്കുന്നു. ഒരു പൊതു അടുക്കള സുവിശേഷം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചു ഈ കാര്യം. ഒരു ഇടയനും ഒരു തൊഴുത്തും, ഒരു തൊഴുത്തിൽ എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുകയും ഏകദേശം അതിനോട് തുലനം ചെയ്തുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് അതിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുക. ശിഷ്യന്മാര് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ പര്യാകുലരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ശിഷ്യപ്രമുഖനായിട്ടുള്ള പത്രോസ് അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ്. ഞാൻ പഠിച്ച തൊഴിൽ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ആ തൊഴിൽ അന്വേഷിച്ചു തന്നെ പോവുകയാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ആകുലത എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് വഞ്ചി ഞാൻ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല, വല വലിച്ചു കീറി കളഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കടലിൽ അതിനെ ഉപേക്ഷിച്ചിട്ടില്ല. അത് കരയിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ പോന്നിരിക്കുന്നത്. ഞാനത് എവിടെ ഉപേക്ഷിച്ചു അത് അവിടെ സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്. തോമസും യോഹന്നാനും അന്ത്രയോസും നഥാനിയേലും ഒക്കെ പറഞ്ഞത്, ഞങ്ങളും വരികയാണ്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വഞ്ചിയില്ല, വലയില്ല, മീൻപിടുത്തം നല്ല വശവുമില്ല. എന്നാലും നീ ഞങ്ങളുടെ നേതാവാണ്, നിന്നെയാണ് ഗുരുവായ യേശു എല്ലാ ദൗത്യവും ഏൽപ്പിച്ചിരിക്കുന്നത്. സ്വർഗത്തിൻ്റെ താക്കോലുകൾ നിന്റെ കയ്യിലാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. നിനക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി ഞങ്ങൾക്ക് തന്നാൽ മാത്രം മതി, ഞങ്ങൾ വരികയാണ്. അനുവാദം ലഭിച്ചില്ലെങ്കിലും അവരും പുറകെ കൂടിയിട്ടുണ്ട്. പോയി അവർ മീൻപിടുത്തം ആരംഭിച്ചു. വചനം വളരെ വ്യക്തതയോട് സൂചിപ്പിച്ചു, ഇവിടെ രാത്രി മുഴുവനും അവർ മീൻ പിടിക്കുകയായിരുന്നുവെന്ന്. പ്രഭാതമായപ്പോഴും മീൻപിടുത്തം തുടർന്നുകൊണ്ട് തന്നെയിരുന്നു. പക്ഷേ വലയിൽ ഒരു മത്സ്യം പോലും അകപ്പെട്ടിട്ടില്ല എന്നതായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ ദുര്യോഗമെന്ന് പറയുന്നത്. നമ്മളൊക്കെ അധ്വാനിക്കുന്നവരാണ്, ഭയങ്കര അധ്വാനമാണ്. നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. വൈദികരും സന്യസ്തരുമൊക്കെ യാമപ്രാർത്ഥനകളൊക്കെ മുടക്കം കൂടാതെ നടത്തുന്നു, ജപമാലകൾ മുടക്കം കൂടാതെ നടത്തുന്നു, കുർബാനയിൽ മുടക്കം കൂടാതെ പങ്കെടുക്കുന്നു. ആത്മായ വിശ്വാസികൾ ജപമാലകളും മറ്റ് നൊവേന പ്രാർത്ഥനകളും അതുപോലെയുള്ള 33 കോടി നമസ്കാരങ്ങളും ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് രാമകൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പ്രാർത്ഥനകളുടെയൊക്കെ അവസാനം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ വലയിൽ മത്സ്യങ്ങൾ ഒന്നുപോലും കുടുങ്ങിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ദൈവാനുഗ്രഹത്തിന്റെ മത്സ്യം ഒന്നുപോലും വലയിലില്ല. പരിശുദ്ധാത്മ വരദാനങ്ങളുടെ ഒരൊറ്റ മത്സ്യം പോലും വലയിൽ കുടുങ്ങിയിട്ടില്ല. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ എന്നുള്ള നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനകളെ, യാചനകളെ നടത്തുന്നുണ്ട്. പക്ഷേ അനുഭവങ്ങളുടെ മത്സ്യങ്ങൾ ഒന്നുപോലും ഈ വലയിൽ കുടുങ്ങുന്നില്ല. എന്താണ് കാരണം? യേശുവിൻ്റെ കൂടെയാണ് നടക്കുന്നത് എങ്കിലും യേശുവിനെ കൂടെ നിർത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം. യേശുവിൻ്റെ അനുയായിയാണ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ അനുയായിയായിട്ട് ജീവിക്കാനായിട്ട് കഴിയുന്നില്ല. യേശുവിലാണ് വിശ്വാസം, പക്ഷേ കേശയിലാണ് ആശ്വാസം. അവിടെയാണ് കാലിയായ ശൂന്യമായ വലയുമായിട്ട് നടുക്കടലിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടി വരിക.
കരയിൽ നിന്ന് 200 മുഴം മാത്രമേ അകലമുള്ളൂ എങ്കിലും വല ശൂന്യമാണ് എന്നറിഞ്ഞിട്ട് തിരിച്ചു വരാനായിട്ട് കഴിയുന്നില്ല. കാരണം വ്യർത്ഥ അഭിമാനം, ദുരഭിമാനം. മീനില്ലാണ്ട് എങ്ങനെ കരയിലേക്ക് പോകും? ഈ ദുരഭിമാനം എന്നത് മനുഷ്യനിൽ നിന്ന് വല്ലാതെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. അതാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെയൊക്കെ വലിയ പ്രതിസന്ധികൾക്ക്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ വൈകല്യങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ കാരണമായിട്ട് നിൽക്കുന്ന ഈ ദുരഭിമാനമാണ്. ഒന്ന് കരയിലേക്ക് പോയിരുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ കുറച്ചുകൂടിയൊക്കെ ഐശ്വര്യം കിട്ടിയേനെ. നിന്റെ ജീവിതത്തിൻ്റെ ഈ ദുരന്തങ്ങള്, നിന്റെ ജീവിതത്തിൻ്റെ ഈ സംതൃപ്തിയില്ലായ്മ, ഈ സന്തോഷമില്ലായ്മ നിനക്കൊന്ന് മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തിനേയും ഏതിനെയും നീ കുറ്റപ്പെടുത്തിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് അധികാരികളെയും കൂടെയുള്ളവരെയും ഒക്കെ വിധിച്ചുകൊണ്ട് നീ ജീവിക്കുന്നുവെങ്കിൽ പ്രിയ കൂടപ്പിറപ്പേ, അതിന് കാരണം നീ യേശുവിൻ്റെ അനുയായിയാണ് എന്ന് പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നിന്റെ ഹൃദയത്തിൽ യേശുവിന് സ്ഥാനമില്ല. കരയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ അടുത്തേക്ക് 200 മുഴമൊന്ന് തിരിച്ചു നടക്കുവാനായിട്ട് നീ ഒന്ന് മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ സംതൃപ്തിയുടെ അനുഭവം നിനക്ക് ഉണ്ടായേനെ. സങ്കടത്തോടുകൂടെ കരയിലേക്ക് മടങ്ങി വരുവാനായിട്ട് വൈമനസ്യത്തോടുകൂടെ വഞ്ചിയിൽ തന്നെ നിലകൊണ്ട ശിഷ്യന്മാരുടെ നേരെ നോക്കിയിട്ട് കർത്താവ് അവരെ വിളിച്ചത് കുഞ്ഞുങ്ങളെ എന്നുള്ള ആശ്വാസവചനമാണ്. യഥാർത്ഥത്തിലുള്ള കർത്താവിൻ്റെ കരുണ അവിടെ പ്രകടമാവുന്നുണ്ട് കുഞ്ഞുങ്ങളെ എന്നുള്ള ആ സംബോധനയിലൂടെ. നിരാശയുടെ നെരിപ്പോടിൽ കഴിഞ്ഞിരുന്നവർക്ക് പ്രത്യാശയുടെ ഒരു പൊൻകിരീടം കർത്താവ് വെച്ചുകൊടുത്തിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ എന്നുള്ള ഒറ്റ വിളിയിലൂടെ. അവരുടെ ഹൃദയം തീർച്ചയായിട്ടും തകർന്നിട്ടുണ്ട്. അവനെ അറിയുന്നവരെ അവൻ ഈ സംബോധനയിലൂടെ തന്നെയാണ് അഭിമുഖീകരിക്കുന്നത്. അവനെ അറിയുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നടത്തുന്ന കുർബാന അർപ്പണങ്ങളോ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളോ അല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഹൃദയത്തിൻ്റെ നൈർമല്യവും യേശുവിലുള്ള നമ്മുടെ ആശ്രയബോധവുമാണ്. കുഞ്ഞുങ്ങളെ എന്ന നമ്മുടെ തമ്പുരാൻ നമ്മളെ വിളിക്കത്തക്ക രീതിയിലുള്ള ഒരു ഹൃദയ പരമാർത്ഥതയുടെ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എൻ്റെ വീട്ടിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ഞാനിപ്പോൾ ഇരിക്കേണ്ടി വരുന്നുവെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് കർത്താവേ, എൻ്റെ കൃഷിയിടങ്ങളിലേക്ക് ആവശ്യത്തിന് വിളവ് ലഭിക്കുന്നില്ല, എനിക്ക് ഉള്ള വിളവിന് വില ലഭിക്കുന്നില്ല, സാമ്പത്തിക പരാധീനത ആണ്, എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനകാര്യം, അവരുടെ വിവാഹ കാര്യങ്ങൾ, ജോലി കാര്യങ്ങൾ, വിദേശത്തുള്ള എൻ്റെ കുടുംബാംഗങ്ങളുടെ ഭാവി കാര്യങ്ങൾ, അവരുടെ ജോലി കാര്യങ്ങൾ, ശമ്പള കാര്യങ്ങൾ, നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴുള്ള അവരുടെ അവസ്ഥകൾ എന്നൊക്കെ പറഞ്ഞുള്ള പരിദേവനങ്ങളുമായി നമ്മുടെ വീടുകളിൽ കഴിഞ്ഞുകൂടുമ്പോൾ, ശൂന്യമായ വലകളുമായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിഞ്ഞുകൂടുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയം കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത് എങ്കിൽ കർത്താവ് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുന്നുണ്ട്, വിളിക്കും നമ്മളെ. സങ്കടപ്പെടേണ്ട മക്കളെ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. മക്കളെ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലായിരുന്നാലും നമ്മൾ എവിടെയായിരുന്നാലും ഒരുപക്ഷെ വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമൊക്കെ അകലെ ആയിരുന്നുകൊണ്ട് സ്വദേശത്തോ വിദേശത്തോ മറ്റെവിടെയെങ്കിലുമൊക്കെ ആയിരുന്നിരിക്കാം. അവിടെയൊക്കെ ആയിരിക്കുന്നിടത്തും കർത്താവ് വന്ന് നമ്മളെ വിളിക്കുന്നുണ്ട് മക്കളെ എന്നുള്ള സംബോധനയിലൂടെ. ഇതുപോലെ ആർക്ക് വിളിക്കാൻ പറ്റും? ഇതുപോലെ ആർക്ക് വിളിക്കാൻ പറ്റും? സമൃദ്ധിയുടെ മീൻ നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റുവാനായിട്ടുള്ള ആഹ്വാനത്തിന് പ്രിയപ്പെട്ടവരെ അധിക സമയമൊന്നും വേണ്ട. കർത്താവിൻ്റെ ഒരു ഒറ്റ വാക്ക് മാത്രം മതി. അതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് ഉറപ്പിക്കപ്പെട്ട ഒരവസ്ഥയിൽ ജീവിക്കാനായിട്ടാണ് ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മളോട് ആഹ്വാനം ചെയ്യുക. അതുകൊണ്ട് മീൻ കിട്ടിയില്ല എന്നുള്ള പരിദേവനവുമായിട്ട് കടലിൽ തന്നെ കഴിഞ്ഞുകൂടാൻ പരിശ്രമിക്കാതെ ഒന്ന് കർത്താവിനെ നോക്കാനായിട്ട് തയ്യാറാകണം. മക്കളെ എന്ന് വിളിക്കുമ്പോൾ യോഹന്നാൻ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, കർത്താവിൻ്റെ നെഞ്ചിന്റെ ചൂട് തിരിച്ചറിഞ്ഞവൻ വിളിച്ചു പറഞ്ഞു പത്രോസിനോട്, ഇത് കർത്താവാണ്, വേറെ ആരുമല്ല. വേറെ ആർക്കും ഇത്ര അധികാരത്തോടുകൂടെ ആധികാരികതയുടെ വാക്ക് നമ്മളോട് പറയാനായിട്ട് സാധിക്കത്തില്ല. കർത്താവ് തന്നെയാണ്.
താൻ വിവസ്ത്രനായിരുന്നുവെന്നൊക്കെ പറയുന്നുണ്ട്. പത്രോസ് വിവസ്ത്രനായിരുന്നുവെന്ന്. ശൂന്യതയുടെ മറ്റൊരു പ്രതീകമാവിടെ ആ വിവസ്ത്രാവസ്ഥ, ഒന്നുമില്ലായ്മയുടെ. ആ ഒന്നുമില്ലായ്മയുടെ ആ അവസ്ഥയിലും അവൻ കർത്താവിൻ്റെ അടുത്തേക്ക് വഞ്ചി തുഴഞ്ഞ് മറ്റു ശിഷ്യന്മാർ വരുന്നതിന് മുമ്പ് എത്തിച്ചേരാനുള്ള ആഗ്രഹത്തോടുകൂടെ പുറങ്കുപ്പായം എടുത്ത് ധരിച്ചുകൊണ്ട് കടലിലേക്ക് എടുത്തു ചാടി നീന്തി കരയ്ക്കെത്താനായിട്ടാണ് പരിശ്രമിക്കുന്നത്. എനിക്ക് വേണ്ടി സങ്കടത്തിൻ്റെ നെരിപ്പോടുമായിട്ട് കഴിഞ്ഞുകൂടുന്ന നീറിക്കഴിയുന്ന എൻ്റെ അടുത്തേക്ക് കർത്താവ് അപ്പവുമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പിടിച്ച മത്സ്യത്തിൻ്റെ ഒരു ഓഹരി കൂടെ കൊടുക്കണം. ഞാൻ പിടിച്ച മത്സ്യത്തിൻ്റെ ഒരു ഓഹരി കൂടെ കൊടുക്കണം. എൻ്റെ അധ്വാനത്തിൻ്റെ അപ്പവും കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന മത്സ്യവും കൂടെ കൂടുമ്പോഴാണ് എനിക്ക് സംതൃപ്തി എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുക. എൻ്റെ കയ്യിലിരിക്കുന്ന പ്രാർത്ഥന എന്ന അപ്പം മാത്രം എനിക്ക് സംതൃപ്തി തരുന്നില്ല. കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന മീനും കൂടെ എനിക്ക് ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സംതൃപ്തി എനിക്ക് ലഭിക്കുക. എൻ്റെ അധ്വാനവും കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന ചുട്ട മീനും എനിക്ക് എൻ്റെ ജീവിതത്തിന് സംതൃപ്തി പ്രദാനം ചെയ്യുന്നതാണ് എന്നുള്ള തിരിച്ചറിവ് ഈ വചനങ്ങൾ നമുക്ക് പ്രദാനം ചെയ്ത് തരട്ടെ. എനിക്ക് വേണ്ടി കരയിൽ അപ്പവും ചുട്ട മീനുമായി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവനോടൊപ്പം ഇരുന്ന് പ്രഭാത ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഈ ആഹ്വാനത്തെ സന്തോഷത്തോടു കൂടി നമുക്ക് സ്വീകരിക്കാം. ഈ സമയം കർത്താവിൻ്റെ അപ്പമായിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു അനുഭവമാണ്, സംതൃപ്തിയുടെ അനുഭവമാണ് ലഭിക്കുക. സംതൃപ്തി ഇല്ലായ്മയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഉപേക്ഷിച്ചതിനെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള തിരിച്ചുപോക്ക് നടത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന സംഗതികളൊക്കെ. അതുകൊണ്ട് ഒരിക്കലും ഉപേക്ഷിച്ചത്, കർത്താവിനെ പ്രതി ഒരിക്കലും ഉപേക്ഷിച്ചത് തിരിച്ചെടുത്ത് അത് അവിടെ കിടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ടുള്ള തിരിച്ചുപോക്ക്, അതെടുക്കാനായിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയും. ഒരിക്കൽ തമ്പുരാനോടൊപ്പം ഇറങ്ങി തിരിച്ചതാണ് എങ്കിൽ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ അവനോടൊപ്പം അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നതായിരിക്കണം നമ്മുടെ സമർപ്പിത ജീവിതം എന്ന് പറയുക. അവനിലുള്ള വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് അവനോടൊപ്പമായിരിക്കാം. അവൻ വിളമ്പുന്ന ഭക്ഷണത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് സംതൃപ്തിയോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈശോ നമ്മെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, അങ്ങയുടെ പുനരുത്ഥാനത്തിൽ ആഴ്ത്തിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുത്ഥാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശകളോടുകൂടെ കുരിശിത്തറിക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതിപീഡ അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണ്ണമായ ഉത്ഥാനത്തെയും ഔർണന്യമായ സ്വർഗഭാഗത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗത്തോടുകൂടി സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ രൂപതദൃഷ്ട പിതാവുമായ മാർ ജോൺ മെത്രാനെയും അവരുടെ സഹശുശ്രൂഷകളെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മരണത്തെ ജയിച്ചെടുക്കിയ മിശിഹായി നിന്റെ സഭയിൽ സദാ സന്നിഹിതനായ നവജീവൻ കൊണ്ടതിനെ നിറയ്ക്കണമേ. നിന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടി നിന്റെ ബലിജീവിതത്തിൽ ഞങ്ങളെ സഹകാരികളാക്കണമേ. നിന്റെ സമാധാന ശാന്തി ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം വസിക്കുവാനിടയാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെ നാഥായി നീക്കും. ആമേൻ.
കർത്താവെ ആശീർവദിക്കണമേ. സഹോദര നിങ്ങൾ കയ്യൊപ്പിനെ തലവനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ചു വീണ്ടെടുത്ത ജഗനമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പോഴും നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന്റെ പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തെരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതി പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ തോഷിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിസ്തൃകസങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമൈ നിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവൈകനികാമറിയത്തിന്റെയും നീതിമാനായ മറിയസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും അവിടെ ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മർത്തമാസ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായി. ശ്രീവരും വലിയവരും നിന്റെ സ്തുതർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും എഴുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം
ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സ്തുതികൾ ആലപിക്കുവാൻ നീ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശുഹായുടെ സ്നേഹത്തിനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തുനിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശുഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വരാജ്യത്തിന് ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാനിന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കുകയും അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും മറിച്ച് വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശുഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് എന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചപേക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥയോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്രോതത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രത ഭക്തിയോടും കൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവും സ്നേഹമതും റൂഹാദൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം ഇസഹാക്യാക്കോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ
അഖില ചരാചര കർത്താവ് ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൊവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവരുടെ മഹിമകളാൽ ഉന്നത വീഥിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവാം, വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീഥി കർത്താവായ ദൈവമേ, സ്വകീർണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സ്വതയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ തിരികുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കുറങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു.
ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. പ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സംബന്ധിക്കുകയും പിതറായി ഞങ്ങളെ ജീവിപ്പിക്കുകയും പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമായ അനുഗ്രഹത്താൽ അങ്ങ് മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ അവകാശമൂഹത്തിന് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. താവേശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ വർഗീസ് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ രൂപതയുടെ പിതാവ് അധ്യക്ഷനുമായ യോഹന്നാൻ മെത്രാനും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസിനികൾ, അൽമായ പ്രേക്ഷിതർ, കുടുംബ ജീവിതക്കാർ, യുവതി യുവാക്കന്മാർ, അധ്യാപകർ, വിദ്യാർത്ഥിനികൾ എന്നിവർക്കും വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തകരുടെയും ബഹുമാനത്തിനും തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ വിശുദ്ധരായ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞുമെല്ലാം മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യം പ്രത്യാശയോടെ കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തിനും വളരെ പ്രത്യേകമായി ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന രോഗബാധിതരായ എല്ലാ സഹോദരി സഹോദരങ്ങളുടെയും രോഗസൗഖ്യത്തിനും ഈ രോഗം മൂലം മരണപ്പെട്ടു പോയവരുടെ ആത്മശാന്തിക്കും രോഗികളായവരെ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ ആതുര ശുശ്രൂഷകർക്കും ഡോക്ടേഴ്സിനും നഴ്സസിനും മറ്റ് സന്നദ്ധ സേവന പ്രവർത്തകർക്കും അധികാരികൾക്കും ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവർക്കെല്ലാവർക്കും ഈ കുർബാന അർപ്പണത്തിലൂടെ ഞങ്ങൾ അനുസ്മരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അവരുടെ ഓരോരുത്തരുടെയും എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് സ്വദേശത്ത് വിദേശത്തോഗ്യമായി വീട്ടിലെത്തിച്ചേരുവാൻ സാധിക്കാതെ നിരീക്ഷണ കേന്ദ്രങ്ങളിലും ജോലി സ്ഥലങ്ങളിലും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അയോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മീയ ആചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ വിശുദ്ധരായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണനീയമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അങ്ങ് അയച്ചു എന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ മാമോദീസാര അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും ആവശ്യമായ വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും വിധാനത്തിന്റെയും അഖിലവും പരിശുദ്ധവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു.
കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ. സമാധാനം അങ്ങയുടെ ദാസരുടെ കുർബാനയിലൂടെ ആവസ്ഥിച്ച് നീ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിലും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യതാൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്നതുപോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും യോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കർത്താവീശ്വമിശുഹായ തിരുനാമത്തിന്റെ സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവാദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തങ്ങളുടെ നമുക്കെല്ലാവർക്കും ഭക്തിവാദങ്ങളോട് സമീപിക്കാം. അനുതാപത്തിനുള്ളവാകുന്ന സ്വർണത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലനാഥനെ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതല വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ.
വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവാദിയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരടോട് ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് വന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ഈ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവാദിയുമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവാദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന അങ്ങയുടെ ലഭിച്ച മനോവിശ്വാസത്തോടെ ഇപ്പോൾ ആവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഏർപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഏർപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വരരാജുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. വിശ്വർഗത്തിൻ്റെ പ്രത്യാശയും വിശുദ്ധായി ഞങ്ങൾ ഭക്ഷ്യത്തിരി ശരീരവും പാനജലത്തിരിക്കുന്ന ശിക്ഷാധികാരമാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യസന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ. സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമീൻ. ഞങ്ങളുടെ കർത്താവെ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്ക് കാരണമാകട്ടെ. യോഗങ്ങളുടെ രാജാവായ മിശിഹായെ, നീ ദാസന്റെയും സൃഷ്ടാവിൻ്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ളവരുടെ നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ധാനത്തിന് ആചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിനങ്ങ് നൽകിയ മഹത്വതയോർത്ത് സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടും കൂടെ അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയ മിശിഹായി കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ നിന്ന് ഞങ്ങളെ പങ്കുകാരാക്കി തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാരുണ്യത്തിന് എന്നും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെ നാഥ എന്നേക്കും. ആമേൻ. ദിവ്യാത്മാവിന്ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യവാൻ ഇടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസം ഉയിർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോരും നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ജീവൻ നൽകും ദൈവികനാം സിദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം സംരക്ഷിതരായിരട്ടെ. മുദ്രിതരാ ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്റെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്റെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്റെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.